അണയുന്നു, സ്നേഹദീപം തെളിയുന്നു. നാഥനീശോ അണയുന്നു. ഉരുകുമീ തിരികൾ പോ, ഉയരുമീ ധൂപം പോ. ഉരുകുമീ തിരികൾ പോ, ഉയരുമീ ധൂപം പോ. ബലിയായി നവബലിയായി നാഥനേകാനണയാം. നാഥനാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. നാഥനാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. ത്രിത്വൈക ദൈവമേ സമയം സമാഗതമായി അനുതപിച്ചിടുവിൻ. സമയം സമാഗതമായി അനുതപിച്ചിടുവിൻ. പെസഹാനാളിൻ പ്രഭ మురళాలించెను తన మహాదయను నను గణించెను. యెహోవా నా మురళాలించెను తన మహాదయను నను గణించెను. అహర్నిశలది నహీనుడగునాదు హాయనెడు ధ్వని గ్రహించి మనిపెను. యెహోవా నా మురళాలించెను తన మహాదయను నను గణించెను. പാരിൽ ദീപ്തമാകാൻ പെസഹാനാളിൻ പ്രഭ പോലെ പാരിൽ ദീപ്തമാകാൻ ഹൃദയം നിറയെ ജീവൻ പകരും. സ്നേഹവിരുന്നിൽ പങ്കുചേരാം, ഈ സ്നേഹവിരുന്നിൽ പങ്കുചേരാം. സ്നേഹവിരുന്നിൽ പങ്കുചേരാം, ഈ സ്നേഹവിരുന്നിൽ പങ്കുചേരാം. നാഥനാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. നാഥനാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. ത്രിത്വൈക ദൈവമേ
ബലിയായി തിരുബലിയായി ക്രൂശിൽ നമുക്കായി മുറിഞ്ഞൊരു സ്നേഹം. ബലിയായി തിരുബലിയായി ക്രൂശിൽ നമുക്കായി മുറിഞ്ഞൊരു സ്നേഹം. നാഥൻ ക്രൂശോടു ചേരുന്നു, മരക്കുരിശും വിശുദ്ധമാകുന്നു. നാഥൻ ക്രൂശോടു ചേരുന്നു, മരക്കുരിശും വിശുദ്ധമാകുന്നു. അതുപോൽ ഈ ബലിയിൽ ഞാനും എന്നേകുകിൽ ജീവിതം വിശുദ്ധമായിടും. ഈ ജീവിതം വിശുദ്ധമായിടും, ജീവിതം വിശുദ്ധമായി. ഒത്തിരി സന്തോഷത്തോടും ഒത്തിരി നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടിയാണ് ഈ പരിശുദ്ധ യാത്രയുടെ മുമ്പിൽ ഞാൻ ഇരിക്കുന്നത്. ഈ യാത്രയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു അത്ഭുതമായിട്ടും ഒരു അടയാളമായിട്ടുമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം എൻ്റെ കുറവുകളെ നിറവുകളാക്കിയ ദൈവത്തിൻ്റെ മുമ്പിൽ, എൻ്റെ ബലഹീനതകളെ ശക്തിപ്പെടുത്തിയ ദൈവത്തിന് മുമ്പിൽ ഒരു മനുഷ്യൻ തന്റെ പുസ്തകം അവസാനിപ്പിക്കുക. To love like Christ is an impossible miracle. ദൈവത്തെ പോലെ സ്നേഹിക്കുന്നത് ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ്. എന്നാൽ ഈ ദൈവത്തെ പോലെ സ്നേഹിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും ദൈവത്തിനെ പോലെ ഒരു അംശമെങ്കിലും മറ്റുള്ളവർക്ക് ദൈവത്തെ അവരെല്ലാവരെയും ഈ പരിശുദ്ധ അൽത്താരയുടെ മുമ്പിൽ, ഈ ബലിപീഠത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം ഞാൻ ഈ ദിവ്യബലി പങ്കുകൊള്ളും. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകുന്നത് നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും Yeah.
ദൈവമേ, ലോകരക്ഷയ്ക്ക് വേണ്ടി സഹായകമായി പ്രത്യക്ഷപ്പെടുന്നു. അങ്ങേ ജനത്തിന്റെ അപേക്ഷകൾ സംപ്രീതനാകണമേ. ഞങ്ങളുടെ പ്രധാന പുരോഹിതനായ ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഞങ്ങളോടുള്ള അവിടുത്തെ സംഘർഷങ്ങളെ ഞങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുകയും അങ്ങനെയുള്ള സന്നാഹത്തിനാൽ ഞങ്ങളെ പരിഹരിക്കുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയോട് കൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ.
സ്വർഗത്തിൽ നിന്ന് വരുന്നവർ എല്ലാവർക്കും ഉപരിയാണ്. അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു. എങ്കിലും അവന്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല. അവന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് മുദ്ര വയ്ക്കുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. എല്ലാം അവന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. ദൈവകോപം അവരുടെ മേലുണ്ട്. കർത്താവിന്റെ സുവിശേഷം. ഈ ഒരു ദിവസത്തിന്റെ സന്തോഷമാണ് നമ്മളെല്ലാവരും നേരുകയാണ്. ബഹുമാനപ്പെട്ട ക്രിസ്ത്യന്മാരെ 2-3 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളുടെ ദൈവോത്സവത്തിലുള്ളത്. 2 വർഷം മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട വിമൻസൻ ഈ ഒരു ദിവസം വന്ന് ഇവിടെ പ്രസംഗിക്കുന്നത് നിർദ്ദേശിച്ചിരിക്കുന്നതാണ്. 1 പ്രാവശ്യം
ഈ ഭൂമിയിലെ തിന്മകളുടെ മേലെ കണ്ണടച്ചിടുകയല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ഭൂമിയുടെ തിന്മകളെ കൃത്യമായിട്ട് മനസ്സിലാക്കി വളരണം. അതിനെ ഭയപ്പെട്ട് പിന്മാറാനോ അതിനടിപ്പെടാൻ വേണ്ടിയിട്ടല്ല. അതിൻ്റെ തല തകർക്കാൻ പറ്റുമെന്ന് കുഞ്ഞുങ്ങളെ കുഞ്ഞു പ്രായത്തിലെ പറഞ്ഞു പഠിപ്പിക്കണം. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു മാതാപിതാക്കൾ ആ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. കാരണം അവർക്ക് 3 മക്കളിൽ 2 പേരെ ദൈവസേവനത്തിന് വേണ്ടി വിവാഹ ജീവിതവും തീർച്ചയായിട്ടും ദൈവസേവനമാണ്, എന്നാണല്ല, നല്ല സമർപ്പിതമായ ഒരു പ്രത്യേക ജീവിതാവസ്ഥകളിലേക്ക് ജ്ഞാനസ്നാനത്തിൽ നിന്ന് എല്ലാവരും എഴുതിയിരിക്കുന്നതല്ല, കുറച്ചുകൂടി ഭംഗിയായിട്ട് ജീവിക്കാമെന്നുള്ളൊരു ഉറപ്പിലേക്ക് നിങ്ങൾ ഇട്ടുകൊടുത്തു. സഭയുടെ തനിയായ സേവനത്തിന് വേണ്ടി അവർ ഇട്ടുകൊടുത്തു. അപ്പോൾ അതൊരു നിസ്സാരകാര്യമല്ല. ഈ അപ്പനും അമ്മയെയും മറ്റെല്ലാം ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ആന്തരികമുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണെങ്കിലും ആരും എളുപ്പം കിട്ടുന്നില്ലല്ലോ. അതൊക്കെ ഓർത്ത് ദൈവത്തിനെ നന്ദി അർപ്പിക്കുകയാണ്. സഭയുടെ സ്നേഹവും ആദരവും എന്നെ കഴിയുന്നത് ഞാൻ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സൂചിപ്പിച്ചതുപോലെ ഒരു ജ്ഞാനങ്ങളോടും ഒക്കെയുള്ള പോരാട്ടത്തിന് വേണ്ടി അറിയിച്ചിരിക്കുന്ന 4 വാക്യങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ മക്കളുണ്ടാകുമായിരിക്കും. ഞങ്ങൾ നൽകുന്ന ദുഷ്പ്രയോഗങ്ങളോ തെറ്റായ സന്ദേശങ്ങളോ നിങ്ങളെ ബാധിക്കുന്നുണ്ടോ? പക്ഷെ അതിന്റെ വെളിച്ചത്തിലല്ല, അതിന് വേണ്ടുന്ന ഫുള്ളാണ്. അപ്പൊ അത് പൊട്ടിപ്പോകുന്ന മൺപാത്രങ്ങളാണ് മനസ്സിലാക്കുന്നവരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അച്ഛന്മാരെന്ന് പറയുന്നതാണ് രാജകീയ സ്ഥാനത്ത് നിൽക്കുന്നത്. രാജകീയ പൗരോഹിത്യമായി ഞങ്ങളെ കാണുന്ന അർത്ഥത്തിലല്ല, അല്ലാതെ മുടിയോ സ്വർണ്ണമുടിയോ അല്ലെങ്കിൽ അംശമുടിയോ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെന്തോ ഒരു വിശേഷപ്പെട്ട സാമ്പത്തികമായിട്ടും മറ്റ് ഭദ്രതയോടുള്ള ഒരു മനുഷ്യനോട് പോലും പറയാൻ പറ്റാത്ത ജീവിത സംഘടനകളിലൂടെ കടന്നു പോകുന്ന വേദനകളുണ്ട്. കാരണം ഈ ദൈവജനത്തിന് മുഴുവൻ ഭാരം പേറുന്ന വെറും മനുഷ്യരാണ്. വെറും മനുഷ്യരിൽ നിന്നാണ് ദൈവം വഴക്കിടുന്നോ തള്ളിക്കളയാൻ ശ്രമിച്ചെന്ന് വിചാരിച്ചാൽ അച്ഛൻ വീണ്ടും ആ ഒരു സൗകര്യത്തോടുകൂടി തന്നെ തിരിച്ചു വരും. ഒരു കാര്യത്തിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ അച്ഛൻ അത് തിരുത്തി കുറേ കൂടി ഭംഗിയായിട്ട് ചെയ്യാനുള്ള ഒരു പരിശ്രമം, അല്ലാതെ ഇട്ടിട്ട് പോകുന്ന രീതി ഇല്ല അച്ഛൻ. അത് എൻ്റെ ഇഷ്ടംപോലെ വഴക്കുന്നുണ്ട്. അവരുടെ രൂപീകരണത്തിൽ സഹായിക്കുന്ന അച്ഛനായതുകൊണ്ട് അത്രയും വഴക്ക് നമുക്ക് സ്വാതന്ത്ര്യമുള്ളവരെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കുറേ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും അച്ഛൻ ഒരു കാരണവശാലും അതൊന്നും മനസ്സിലോട്ട് കുറ്റാരോപണം അച്ഛൻ്റെ വന്നത്. പക്ഷേ അച്ഛൻ മനസ്സിലാക്കി വെച്ചിട്ട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം അദ്ദേഹത്തിൻ്റെ കൈകളാണ്. പക്ഷെ ആ മനുഷ്യൻ കടന്നു പോകേണ്ട വേദനയാണ്. അത് ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അത്താഴം ഒരു കുറ്റപ്പെടുത്തുന്ന വാക്കുകളോ ഒരു വിമർശന ബുദ്ധിയോ സ്വയം ന്യായീകരണമോ ഇല്ലാതെ അച്ഛനെ ഏറ്റെടുക്കുന്നതാണ്. കുറ്റാരോപിക്കപ്പെട്ട വിശുദ്ധനായിരുന്നു. എന്തുകൊണ്ടാണ് വിശുദ്ധനായിരുന്നു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ആഗ്രഹിക്കുന്നതാണെങ്കിൽ അത് കടന്നു പോട്ടെ, അതിനെ കുറിച്ച് കടന്നു പോകുന്നുണ്ടെങ്കിൽ കടന്നു പോട്ടെ പറഞ്ഞെങ്കിൽ അച്ഛൻ അതേ മനോഭാവത്തിലൂടെ കടന്നുപോയ അവസരങ്ങളുണ്ടായിട്ടുണ്ട്. 2024 ഈസ്റ്റർ കുർബാന ഞാനാണ് ചൊല്ലുന്നത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട വിമൻസൻ അവിടുത്തെ MC ആണ്. അടിപൊളി എല്ലാ കാര്യങ്ങളും ചെയ്യണം. തില്ലേരിയും ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ഇടവകയായിട്ട് ഇടവകയുടെ എല്ലാവിധ ഗൗരവമുള്ള വിദ്യാർത്ഥികളാണ്. പ്രത്യേകിച്ച് ഈസ്റ്ററിനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വിദ്യാർത്ഥികൾ സൗന്ദര്യങ്ങളും കാണുന്നത്. ഈസ്റ്റർ കുർബാനയൊക്കെ അറിയാം. കുർബാന വളരെ ഗൗരവമുള്ള സങ്കീർണമായ വിദ്യാർത്ഥിയാണ്. അച്ഛനധികം വന്നുകൊണ്ടിരിക്കും. ഞാനിങ്ങനെയുള്ള സന്ധിപ്രാർത്ഥന 8 സന്ധിപ്രാർത്ഥനകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ദാഹിച്ചപ്പോൾ അച്ഛനെ ഞാൻ പറഞ്ഞു വെള്ളം വേണം.
ദൈവത്തിന്റെ ആ പതിയെ പതിയുള്ള പ്രവർത്തനങ്ങളിൽ ഈ അപ്പത്തെ കൂടാശിയാക്കുന്ന പരിശുദ്ധമാക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തനം പോലെ തന്നെയാണ് ഗൂഢമായ വഴികളിലൂടെ തന്നെയാണ് ദൈവം ഈ മക്കളെ ആകപ്പെടാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പുരോഹിതന്മാരെ പ്രസ്ബിറ്റേർ എന്ന് വിളിക്കുന്നത്. സത്യത്തിൽ പ്രസ്ബിറ്റേർ എന്ന് വെച്ചാൽ മൂപ്പെത്തിയാണ്. മൂപ്പെത്തുക എന്ന് പറഞ്ഞാൽ വളർന്നാണ് മൂപ്പെത്തുന്നത്. ആരോടൊപ്പം വളരുന്നു? ക്രിസ്തുവിനോടൊപ്പം വളരുന്നു, ക്രിസ്തുവിനെ പോലെ വളരുന്നു. അപ്പൊ നമ്മൾ ഈ കൂടാശിയെ കുറിച്ച് പറയും സത്താപരമായ മാറ്റമാണ്. അതായത് അല്പം സത്താപരമായിട്ട് പരിശുദ്ധമായിരിക്കണം. കാണുമ്പോൾ അപ്പം തന്നെയാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ സത്ത, അതിൻ്റെ ഉള്ളിലുള്ള കാര്യം, അതിൻ്റെ അന്തസത്ത, അത് ക്രിസ്തുവിന്റെ തിരിച്ചേക്ക് വ്യക്തമായിട്ട് മാറുന്നു എന്ന് പറയും. ആ കൂടാശിയോട് മാറ്റം പറ്റാത്തതിലേക്ക് കെട്ടിപ്പടുക്കപ്പെട്ട പൗരോഹിത്യങ്ങളുടെ കൂടാശിയിലും ഇതുപോലെ സത്താപരമായ ഒരു മാറ്റം സംഭവിക്കുന്നത് കാണുമ്പോൾ ഇത് ആ വീട്ടിലെ കുഞ്ഞാണ്, തച്ചന്റെ മകനാണ് എന്ന് പറയുന്ന പോലെ. പക്ഷേ അവൻ പൗരോഹിത്യത്താൻ ക്രിസ്തുവായി തീർന്നു. ആ ക്രിസ്തുവായി തീർന്നു. ഞാൻ കുറച്ച് തന്റെ കാണിക്കാനുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ക്രിസ്തുവായോ സകലരുടെയും ദാസനായി, ക്രിസ്തുവായോ കുരിശെടുക്കും, ക്രിസ്തുവായോ സുഖപ്പെടുത്തുന്നവനായിട്ടും മറ്റുള്ളവരുടെ വേദനകളും പാപങ്ങളെ ഏറ്റെടുക്കുന്നവനായിട്ടും പെരുമാറുന്നതായിട്ടും അല്ലാതെ ക്രിസ്തുവാകുന്ന അധികാര പുരുഷനാണ്. അവർ സത്താപരമായിട്ട് ക്രിസ്തുവായി മാറി എന്നുള്ള രൂപാന്തരീകരണം നമ്മൾ ശ്രദ്ധിക്കണം. അച്ഛനാമൂർത്തി പറഞ്ഞതുപോലെ അച്ഛൻ്റെ ജീവിതം ഒരു അത്ഭുതവും അടയാളവുമാണെന്ന് പറയുന്നത് സത്യമാണ്. നമ്മളെന്താ അത്ഭുതം എന്ന് പറയുന്നത് ബൈബിളിൽ അടയാളം എന്ന് പറയുന്നത് തന്നെ അത്ഭുതമായിട്ടാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ദൈവാനുഭവത്തിന്റെ ആഴങ്ങളിലേക്ക് സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ അത്ഭുതങ്ങളെ അടയാളം എന്ന് പറയുന്നത്. ഈ അടയാളം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ ഇവിടെ എറണാകുളം നെയിം ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിരിക്കുന്നത് എറണാകുളം. നിങ്ങൾ ഇതിലേക്ക് നോക്കുമ്പോൾ എറണാകുളം നിങ്ങൾ എത്തിയിട്ടില്ല. നിങ്ങൾ അടിമത്തൂടെ തന്നെയാണ് നിൽക്കുന്നത്. ഇതിന്റെ ചോട്ടിപ്പോൾ നിങ്ങളോട് എറണാകുളം ആകില്ല. ഇനിയിപ്പോ ആ ആരോ അനുസരിച്ച് അങ്ങോട്ട് പോയിട്ട് എറണാകുളം ആകില്ല. അതിന് കുറച്ച് ദൂരം ഉണ്ട്. 150 കിലോമീറ്റർ ഓടണം. പക്ഷേ ഈ ഒരു അടയാളമാണ് നിങ്ങൾക്ക് അതിലേക്ക് കഴിയുന്നത്. നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ മാത്രം, മനസ്സുണ്ടെങ്കിൽ മാത്രം ആ അടയാളത്തിൽ ചെന്ന് നിങ്ങളെ എത്തിച്ചേരാൻ, സത്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഈ അടയാളം ഇങ്ങനെ കഴിഞ്ഞിരിക്കുന്നവരായിട്ടാണ്. ഒരു പുരോഹിതന്റെ അടയാളമാണ്, ക്രിസ്ത്യാനിയുടെ അടയാളമാണ്, പരിശുദ്ധമായ അടയാളമാണെന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ അവിടെ വന്നാ ഇങ്ങനെ നിൽക്കാനാണെങ്കിൽ അതിന്റെ ആഴം മനസ്സിലാക്കാൻ പോകുന്നില്ല. അപ്പൊ എന്താ വെച്ചാൽ ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു വിവാഹം അവരുടെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നിട്ടുണ്ട്. ആ വീഴ്ച ഇപ്പൊ ഗ്രാമോഫോബിയ വിവാഹം കഴിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ അച്ഛന്മാരാകാൻ ഞങ്ങൾ ദേവസായ പിന്നെയും അത്യാവശ്യം കിട്ടുന്നതാണ്. ഈ സിസ്റ്റർമാരുടെ ചോദിച്ചു കുഞ്ഞുങ്ങളും പെൺകുട്ടികളും സന്യാസികളിലേക്ക് വരുന്നില്ല. എളുപ്പമല്ല. കാരണം അവർക്കൊക്കെ ഈ ജീവിതം ഞെരുക്കമാണില്ല. വിവാഹം ശാന്തിയാണ്. അല്ല, വിവാഹം പിടിച്ചല്ലേ, സന്യാസം പിടിച്ചല്ലേ. വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് ഈശോ പറഞ്ഞപ്പോൾ ശിഷ്യന്മാരെ ചോദിച്ചപ്പോൾ വിവാഹം കഴിക്കുന്നു എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള പണിയല്ലേ എന്നാണ് ശിഷ്യന്മാരെ ചോദിച്ചത്. നമ്മൾ തിരിച്ചാണ് ചിന്തിക്കുന്നത്, സന്യാസം എല്ലാവരെ പറ്റി പണിയല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ ഞെരുക്കത്തിന്റെ ആ വഴിയിലൂടെ കർത്താവ് നമ്മൾ നടക്കാൻ വിസ്മരിക്കുന്ന വഴിയിലേക്കാണ് ഈ അടയാളം കൊണ്ടുവരുന്നത്. ഈ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് നാളെ വീഴ്ച വരുന്നു കേൾക്കുമ്പോൾ നിങ്ങൾ സ്തബ്ധരായിട്ട് നിൽക്കും. അതിന്റെ പിന്നിലേക്ക് അവിടെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ഇടപെടൽ, അവർക്ക് ചിലപ്പോൾ ദൈവം ഒരുക്കുന്ന സമയത്തിന്റെ ആമത്തിലൂടെ അല്ലെങ്കിൽ ആ കരുതുന്നതിന്റെ വഴിയിലൂടെ അവർക്ക് ഒരുക്കുന്ന രൂപാന്തരീകരണത്തെയും രൂപീകരണത്തെയും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മളിങ്ങനെ അതിലിങ്ങനെ ഉറക്കി നിൽക്കുന്ന മനുഷ്യനാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ സന്ദർശനത്തിന്റെ വഴിയിൽ വന്നിരിക്കുന്ന സമയത്ത് ഈ ഒരു മലയെന്ന് പറഞ്ഞ് ജസ്റ്റ് ഈ ആ കടലിനുള്ള സ്ട്രെച്ച് ആകാശം നോക്കിയാൽ കേരളത്തിൽ കരിച്ചേർന്ന പോലെയായിരിക്കും. മലനാട്, ഇടനാട്, നെയ്തൽ, അങ്ങനെയാണ് കേരളം. കടൽപ്പുറം, ഇടപ്പുറം, പിന്നെ മല, ഇങ്ങനെയായിരിക്കും. കാരണം അത് ടോപ്പോഗ്രഫി അത് ഭയങ്കര അത്ഭുതമാണ്. ശരിക്കും എനിക്ക് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. അത് കടൽ, മല, ഇത് ഇടനാടെന്ന് പറയും. ഈ പുല്ലും പിന്നെ പുറത്തേക്ക് ഇടനാട്, പിന്നെ കടൽ പ്രദേശം. ജസ്റ്റ് ആ വണ്ടിക്ക് നമുക്ക് ഇടത്തോട്ട് വലത്തോട്ട് തിരിച്ചിട്ടാണ് ഈ ഒരു രൂപാന്തരം മനസ്സിലാക്കുന്നത്. ഇടത്തോട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നു കോട്ടയം പോലെയുള്ള പ്രദേശമാണ്. ചുവന്ന മണ്ണ്, തേക്കും തേക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള വളർത്തുകൊള്ളമാണ്. ഒരു കടൽപ്രദേശമാണ് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങോട്ടാണ്. കടലിൻ്റെ അകത്ത് ഈ തീരത്തുള്ള ഞാൻ കടലിലാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇറങ്ങിക്കൊണ്ടേയിരിക്കണം. ഇതുപോലെ തന്നെ സമീപിക്കണം.
പുരോഹിത പരീക്ഷ ആഘോഷമാക്കുന്ന ഒരു വ്യക്തിയുടെ വിശ്വാസ സമൂഹം നമ്മളെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഉദാശകരമായ ജീവിതങ്ങളെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു അനുഭവം നമ്മളില്ല. ക്രിസ്തുവിൻ്റെ കൂടി മടങ്ങുകയാണ്. ഈ ദിവസങ്ങളിൽ ട്രംപ് പരിശുദ്ധ പിതാവിനെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ നീണ്ട ഒരു ലേഖനത്തിലൂടെ മാർപ്പാപ്പയെ അപമാനിക്കുന്നത് നമ്മൾ താൻ ദൈവമാണെന്നുള്ള സങ്കല്പത്തിലിരിക്കുന്ന മനുഷ്യനാണ്. തൻ്റെ ഉദ്ദേശങ്ങളെ പറഞ്ഞിട്ടായിരുന്നില്ലെന്നും പറയുന്നില്ല. പക്ഷേ അങ്ങനെ ദൈവമാണെന്ന് ചിന്തിക്കുന്ന ആള് ക്രിസ്തുവിന്റെ വികാരിയെ അപമാനിക്കുന്നത് എന്താ അദ്ദേഹം പറഞ്ഞറിയുമോ? ഈ മാർപ്പാപ്പയ്ക്ക് വിദേശകാര്യ കാര്യങ്ങളെ പറ്റി ധാരണയില്ല, കുറ്റകൃത്യങ്ങളെ കുറിച്ച് കാണാനുള്ള കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യമാണ്. മാർപ്പാപ്പയ്ക്ക് കുറ്റകൃത്യം ചെയ്യുന്നതാണ് ബോംബിട്ട് നശിപ്പിക്കണം എന്നൊരു നയമില്ല, ക്രിസ്ത്യാനിക്കില്ല. ഒരു പുരോഹിത സമയത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ മുറിയപ്പെട്ട മനുഷ്യരാണ്. നിങ്ങളുടെ മക്കള് മുറിവേറ്റങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ എങ്ങനെ സമീപിക്കും? മുറിയത്തിൽ ഓപ്പറേഷനാണ് ഞാൻ പറയുന്ന കാര്യം കേട്ടോ. ഒരു പരിചയമില്ലാത്ത ആൾക്കാര് കുമ്പസാരിക്കുന്നത് കുമ്പസാരിക്കുന്നു. അതുപോലെ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ മണിക്കൂറിലാണ് കൗൺസിലിംഗ് വരുന്നു. ഒരു പരിചയമില്ലാത്ത ആൾക്കാർ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടി വരുന്നു. ഇതൊക്കെ ഒരു മനുഷ്യന്റെ രീതിയിൽ അവർക്ക് സാധാരണമാണെന്നാണ് കാണുന്നത്. അല്ല, അതുകൊണ്ട് തന്നെ എന്താ പറയുമോ, ഒരു സാധാരണ മനുഷ്യനാക്കി ഒരു കണ്ണ് ദൈവം അവർക്ക് കൊടുക്കും. കാരണം അത് ഹൃദയം അത്രയും തുറക്കുന്നത് ഹൃദയത്തിന്റെ കണ്ണ് ദൈവം തുറപ്പിക്കും ക്ഷണം കൊണ്ട്. അതുകൊണ്ടാണ് വെടിപീഠത്തിൽ വെടിയേറ്റ് മരിച്ചിരുന്ന വിശ്വാസമേറുന്ന ആർട്ടിഫിഷ്യൽ തന്റെ ജീവിതകാലത്ത് വന്നത്. ചില കാര്യങ്ങളിലാണ് കണ്ണീരിനെ നികത്തേ പറ്റുള്ളൂ. ചില കാര്യങ്ങളാണ് വാമനാഥത്തില് ഞങ്ങൾക്ക് കുറച്ച് അഹങ്കാരമുണ്ട്, ശ്രേഷ്ഠതയല്ല, അഹങ്കാരമുണ്ട്. ആര് കാണാത്ത ആത്മാവിന്റെ ആഴങ്ങളെ നടക്കുന്നത്. ഒരു മനുഷ്യരോട് പറയാൻ പറ്റാത്ത ഒരു കുമ്പസാരത്തിന്റെ പരിശുദ്ധമായ മുദ്രയായി സൃഷ്ടിക്കും. ഞങ്ങളുടെ പത്രത്തെ ഞങ്ങൾ കൊണ്ടുപോകും. കാരണം കർത്താവിന്റെ ഹൃദയത്തിൽ പാപം മലിനില്ലാതെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കർത്താവിന്റെ കാരുണ്യം മറ്റാരെക്കാളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കർത്താവിന്റെ ജനത്തോടുള്ള സ്നേഹം മറ്റാരെക്കാളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആരും തന്നെ അറക്കുന്ന മുറിവുകൾ ഞങ്ങൾ കെട്ടിവെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഹൃദയത്തിൽ നോവുകൾ കർത്താവിനോട് മാത്രം സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങളിലൂടെ കാണുന്ന കാര്യങ്ങൾ മനസ്സിലാവണമെന്നില്ല. അത് ഞങ്ങളുടെ വലിയ പാപത്തിലേക്ക് പറയുന്നതല്ല. നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവിന്റെ പുരുഷൻ പറഞ്ഞ ഒരാളെ കർത്താവ് കേൾക്കുമ്പോൾ അത് കർത്താവിന്റെ സ്നേഹത്തിന്റെ ആളാണ്. സുവിശേഷിച്ച് പറഞ്ഞത് കർത്താവ് ഇങ്ങോട്ട് വന്നതിന്റെ ആളുകളും മാർക്കും ഒക്കെയാണ്. അത് മനസ്സിലാക്കിയതുകൊണ്ട് അപ്പോസ്തലന്മാർ പറയുന്നത് മനുഷ്യരല്ല, കർത്താവിനെ അനുകരിക്കും. അത് നിയമത്തിന്റെ പ്രശ്നമല്ല, സ്നേഹത്തിന്റെ അനുഭവത്തിന് ഞങ്ങൾ അനുഭവിച്ച കർത്താവിനെ ഞങ്ങൾ പ്രഘോഷിക്കുള്ളൂ. അതിപ്പോ ആരും ഞങ്ങൾ ചോദ്യം നടത്തിയാൽ അതാണ് പൗരോഹിത്യത്തിന്റെ ഏറ്റവും വലിയ ആയുധഭാവം. എന്തൊക്കെ ഈ ലോകം ഞങ്ങൾ പരിഗണിച്ച് കാണിച്ചാലും പുരോഹിതത്തിന്റെ രീതിയിൽ അവസാന തലത്തിലുമായിട്ടുള്ള ഓരോരുത്തരുണ്ട്. അതങ്ങനെയാണ്. ഞങ്ങൾ ബലഹീനരാണ്. ഞങ്ങൾ ശ്രേഷ്ഠന്മാരായപ്പോൾ ആരെ സംഭവിച്ചിരിക്കുന്നവരല്ല. ഞങ്ങൾ വീടിന്റെ വീഴുള്ളൂ. അത്രയും ഉറച്ചു നിൽക്കാൻ തയ്യാറെടുത്തതിനാണ് ഓരോ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലോകത്തിൽ കൃത്യങ്ങളാകുമ്പോൾ അത് ബോംബെടുത്തതല്ല, വീണ്ടെടുപ്പിന്റെ വഴികളെ കുറിച്ചാണ് ആ മനുഷ്യൻ ചിന്തിക്കുന്നത്. എവിടെ സ്നേഹമുണ്ടോ അവിടെ കണ്ണുണ്ട് എന്ന് പറയാറുണ്ട് ഒരു വിശുദ്ധ. ആ ഒരു അനുഭവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ മാർപ്പാപ്പയെ വിളിക്കുന്ന പൊന്തിഫിക്സ് മാക്സിമൂസ് എന്നാണ്. പൊന്തിഫിക്സിൽ പാലം പണിയുന്നതാണ്. ഒരു പുരോഹിതൻ പാലം പണിയുന്നതാണ്, പാലം ഭരിക്കുന്നവനല്ല. ശത്രുതയും ഇന്നത് എവിടെയുണ്ടോ അതിൻ്റെ ഇടയിൽ സ്നേഹത്തിന്റെ പാലം പണിയുന്നവനാണ്. അല്ലാതെ എനിക്ക് നിങ്ങളോട് ദേഷ്യമോടൊപ്പം നിങ്ങളുടെ പാലം ഭരിക്കാൻ വാടിക്കുന്ന പ്രൊഡ്യൂസ് പറയുന്നത് ജീവിതത്തിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ തൊട്ട് പുറപ്പെട്ട് ഞാൻ ചെയ്യുന്ന പാലം കത്തിക്കില്ല. എന്നാൽ നമുക്ക് ബന്ധമില്ല. അങ്ങനെ പാലം കത്തിക്കുന്ന പാലം ഭരിക്കുന്ന സമൂഹത്തിൽ പാലം പണിയുന്നവരാണ് പാലം പണിയുന്ന മനുഷ്യൻ. ഈ പാലം പണിയെന്ന് പറയുമ്പോൾ തന്നെ മുറിവേൽപ്പിച്ചവരെയും തന്നെ തള്ളി പറയുന്നവരെ ഒരുപക്ഷെ നാളുടെ ഇടവകയിൽ ചെന്നപ്പോൾ വിശ്വാസം ചെന്നപ്പോഴേ എത്ര അവജ്ഞയോടെയായിരുന്നു ഇവരൊക്കെ നിങ്ങൾ വിളിച്ചിട്ട് വന്നു ഉച്ചയ്ക്ക് വളരെ ഇപ്പൊ തന്നെ നിങ്ങൾ എത്ര പേര് വിമർശനാത്മകത കേട്ടുകൊണ്ടിരിക്കുന്നു അല്ലെ? അങ്ങനെ എന്റെ ജീവിതവും ഒരു വാക്കുകൾ വിമർശനത്തോടെ വിമർശനബുദ്ധിയോടെ ഞാൻ ഭക്ഷണം കഴിച്ചോതുപോലെ ചിന്തിക്കാൻ സംഭവങ്ങളുണ്ട്. അച്ഛന് സുഖമാണെന്ന് ചോദിക്കാൻ സംഭവങ്ങളുണ്ട്. അവിടെ എല്ലാം ഇവര് പാലം പണിയുന്നവരായിരിക്കണം. എല്ലാവരും അപ്പോഴും ഒരു പാലം പണിയുകൊണ്ടേയിരിക്കും. അത് പുരോഹിതന്റെ ധർമ്മമാണ്. കാരണം ഇസ്ലാമിന്റെ പരിശുദ്ധ ഒന്നാറില്ല എന്ന് പറയുന്നത് പോലെ അവന്റെ യുഗം പ്രാപിച്ചത്, അവന്റെ കർമ്മവശത, അവന്റെ ആ കർമ്മപദ്ധതിയിൽ ഉൾച്ചേർക്കപ്പെട്ട ദൈവം എങ്ങനെയാണ് ശുശ്രൂഷിക്കുന്നത് അതുപോലെ പുരോഹിതൻ ശുശ്രൂഷിക്കുന്നത്. അപ്പൊ ആ ദാസ്യഭാവത്തിലേക്ക്
കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൻ്റെ പ്രിയപുത്രന്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രമിച്ചവർക്ക് നമ്മുടെ ഭാവിയെയും കാവ്യപൂർവ്വം കടാക്ഷികമാണ്. ഞങ്ങളുടെ ആശ്രയമായിരുന്നു സ്നേഹസമ്പന്നനായ ദൈവമേ, അങ്ങേ ജനത്തെ നയിക്കാൻ അങ്ങ് അഭിഷേകം ചെയ്ത പരിശുദ്ധ പിതാവ് ലെയോ 14 പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ തോമസ് മെത്രാ പിതാവിനെയും സഹോദരൻ ക്രിസ്തുദാസ് പിതാവിനെയും ഞങ്ങളുടെ ഇടവക വികാരി ഷാമിലച്ചനെയും സഹവികാരി ഗോൾവിലച്ചനെയും മറ്റെല്ലാ അഭിഷിക്തരെയും സമർപ്പിതരെയും അനുഗ്രഹിക്കണമേ. തിന്മയുടെ മേൽ വിജയം വരിച്ച് വിജയശ്രീയാളിതനായി ഉദ്ധാരം ചെയ്ത യേശുവിന്റെ പൗരോഹിത്യത്തിൽ പങ്കാളികളായ ഇവർ തങ്ങളുടെ വിളിക്ക് അനുയോജ്യമായ ഫലം പുറപ്പെടുവിക്കുവാൻ ഇടയാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെയും ചേച്ചിയുടെ കുടുംബത്തെയും സഹോദരിയെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ദൈവവിശ്വാസവും സമാധാനവും സന്തോഷവും ഐശ്വര്യവും കളയാടുന്ന ഒരു കുടുംബമായി ഇവരുടെ കുടുംബത്തെ ഉയർത്തണമേ. കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകി പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ഐക്യത്തിൽ എന്നും വാഴുവാൻ വിപിനച്ചന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിശ്വസ്തത മേഖലകളോളം എത്തുന്നു. സകല സമ്പന്നങ്ങളുടെയും ദാതാവായ ദൈവമേ, ഇന്നിവിടെ ആയിരിക്കുന്ന എല്ലാ വിശ്വാസികളുടെയും ഇടവക ജനത്തിൻ്റെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാവരുടെയും നിയോഗങ്ങൾ അങ്ങ് ശ്രവിക്കണമേ. അങ്ങയുടെ കരുണാകടാക്ഷം ഈ ജനത്തിൻ്റെ മേൽ ചൊരിഞ്ഞ് ഇവരെ എന്നെന്നും അങ്ങേ സ്നേഹത്തിൽ നിലനിർത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വന്തമാ
അനുരാഗമോടണയ്ക്കും പ്രാർത്ഥനാമലരുകൾ കനിവാർന്നു സ്വീകരിക്കും. വിധേയമാണെന്ന് അങ്ങറിയുന്നുവല്ലോ. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രവിക്കുകയും അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന.
ും
സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ദൈവപാപ്പയോടും ഞങ്ങളുടെ രൂഢദീക്ഷനായ തോമസ് മെട്രോപൊളിറ്റാനോടും ക്രിസ്തുദാസ് സന്താനവും വൈദികരോടൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരുടെയും കന്യകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ പാകപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.
ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവൻ അനുഗ്രഹീതൻ. ഞാൻ
ഉപയോഗിച്ചു. ജെറമിയ 1-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. കുഞ്ഞുനാളിൽ വലുതാകുമ്പോൾ നിനക്ക് എന്ത് ആകണമെന്ന ചോദ്യത്തിന് മുമ്പിൽ ഞാൻ അന്ന് മുതലേ പറഞ്ഞിരുന്നത് എനിക്കൊരു പള്ളിയിലച്ഛനാകണമെന്നായിരുന്നു. അന്ന് കേട്ട അച്ഛൻ എന്ന വാക്ക് കുട്ടിക്കാലത്തിൻ്റെ കുസൃതികളിൽ മാഞ്ഞു പോകാമായിരുന്നിട്ടും എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ എവിടെയോ അത് കരുതി വെച്ചിരുന്നു. കലപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കേണ്ട സാഹചര്യങ്ങളുണ്ടായപ്പോഴും ഇനി ഒരടി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് കരുതിയപ്പോഴും സെമിനാരിയിൽ നിൽക്കണമെന്നതിനേക്കാൾ തിരികെ പോകണമെന്ന ചിന്ത കൂടുതലായി അലട്ടിയപ്പോഴും എൻ്റെ യേശു എന്നെ അവൻ്റെ കരത്തോട് വിടാതെ മുറുകെ പിടിച്ചു. എനിക്ക് ആശ്വാസമായ മാലാഖമാരെയും പലരുടെയും രൂപത്തിൽ കൃത്യസമയങ്ങളിൽ അയച്ചു. അവർ എന്നെ ബലിപീഠത്തോട് ചേർത്ത് നിർത്തി. ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് അവിടുത്തെ വിട്ടകന്ന് നടക്കാൻ ശ്രമിച്ചപ്പോഴും അവിടെ നിന്ന് എന്നെ വിട്ടകലാതെ അവൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി. ഇത്രത്തോളം എല്ലാം ദാനമായി ലഭിച്ചവന് നന്ദി എന്നല്ലാതെ മറ്റെന്ത് പറയാൻ. ആദിയിൽ ഭൂമിയും രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ശൂന്യതയിൽ നിന്നും ദൈവം ജീവനെ സൃഷ്ടിച്ചതുപോലെ രൂപരഹിതമായ എൻ്റെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായ ഒരു പുരോഹിതനാക്കി ദൈവം മാറ്റിയിരിക്കുന്നു. ഈ പുണ്യദിനം വരെ എന്നെ വഴി നടത്തിയ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്, പരിശുദ്ധ കന്യകാമറിയത്തിന്, വിശുദ്ധ ഔസേപ്പിതാവിന്, സകല വിശുദ്ധർക്കും 1000 നന്ദി. 1-ാം ദിവസം ദൈവം വെളിച്ചം സൃഷ്ടിച്ചു. എൻ്റെ ജീവിതത്തിലും ദൈവം വെളിച്ചം പകരാനായി പലരെയും കരുതി വച്ചിരുന്നു. എൻ്റെ പൗരോഹിത സ്വപ്നങ്ങൾക്ക് എന്നും പ്രചോദനമാവുകയും വൈദിക വസ്ത്രവും ഡീക്കൻ പട്ടവും നൽകി പൗരോഹിത ശുശ്രൂഷയിൽ എന്നെ കൈപിടിച്ചു നിർത്തുകയും ചെയ്ത അഭിവന്ദ്യൻ പോൾ ആന്റണി മുല്ലശ്ശേരി കൊല്ലം പിതാവിനും പ്രാർത്ഥന കൊണ്ടും സ്നേഹം കൊണ്ടും കൂടെയായിരുന്ന തോമസ് നെറ്റോ പിതാവിനും ക്രിസ്തുദാസ് പിതാവിനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി. എൻ്റെ ദൈവത്തെ തിരിച്ചറിഞ്ഞ സെമിനാരിയിലേക്ക് സ്വീകരിക്കുകയും പൗരോഹിത്യ ദർശനങ്ങൾക്കുള്ളിൽ കണ്ണിൽ കൂട്ടാൻ പ്രചോദനമേകുകയും ചെയ്ത അന്നത്തെ വൊക്കേഷൻ പ്രൊമോട്ടറായിരുന്ന സാവിയോ അച്ഛനെയും മനോ ഫ്രാൻസിസ് അച്ഛനെയും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. സ്നേഹം കൊണ്ടും വാക്കുകൾ കൊണ്ടും എന്നും മാതൃകയും ഊർജവും നേരുന്ന ബഹുമാനപ്പെട്ട പ്രൊഫസർ ജോസഫ് PS അച്ഛനെയും എല്ലാ കൗൺസിലേഴ്സിനും സ്നേഹപൂർവ്വം നന്ദി. ആഴമേറിയ പ്രാർത്ഥനാനുഭവം കൊണ്ടും പൗരോഹിത്യം ജീവിക്കുവാൻ പ്രേരണയാവുന്ന എല്ലാ കപ്പൂച്ചൻ സഹോദര വൈദികർക്കും എല്ലാ ബ്രദേഴ്സിനും ഹൃദയപൂർവ്വം നന്ദി. സൗമ്യത കൊണ്ടും പൗരോഹിത്യത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കി തരികയും എന്നെക്കുറിച്ച് ഒത്തിരി നല്ല വാക്കുകൾ പ്രസംഗിക്കുകയും ചെയ്ത എൻ്റെ ജ്യേഷ്ഠനെ പോലെ കൂടെ നടക്കുകയും ചെയ്യുന്ന ഞാൻ ദൈവശാസ്ത്ര കോളേജിലെ പ്രീ-ഫിച്ചർ സ്റ്റഡീസായ ബഹുമാനപ്പെട്ട ജയന്ത് മേരി ചെറിയാനച്ഛന് 1000 നന്ദി. പൗരോഹിത്യ രൂപീകരണത്തിൽ ആത്മീയ സൗഹൃദങ്ങളും തമ്മിലൊരുക്കിയ ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും കൃത്യമായ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. ജീവിത മാതൃകയിലൂടെ സ്നേഹപൂർവമായ തിരുത്തലുകളിലൂടെയും വൈദിക പരിശീലന കാലഘട്ടത്തിൽ എനിക്ക് പരിശീലനം നൽകിയ റെക്ടേഴ്സായ റോയി അച്ഛനെയും ആന്റണി കുരിശിൽ അച്ഛനെയും ജോൺ ബാപ്റ്റിസ്റ്റ് അച്ഛനെയും ജെയിംസ് അച്ഛനെയും ജൂഡ് തദ്യൂസ് അച്ഛനെയും ജോൺ പോൾ അച്ഛനെയും ജോസഫ് PS അച്ഛനെയും സെബാസ്റ്റ്യൻ തോബിയാസ് അച്ഛനെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു. എൻ്റെ അസിസ്റ്റന്റ് റെക്ടേഴ്സായിരുന്ന ഷാജി വിൽഫ്രഡ് അച്ഛനെയും സാബു അച്ഛനെയും രാജു അച്ഛനെയും സിജു അച്ഛനെയും ടൈറ്റസ് അച്ഛനെയും ആന്റണി കുരിശിൽ അച്ഛനെയും ആൻഡ്രൂസ് അച്ഛനെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. എൻ്റെ നോവിസ് മാസ്റ്ററായിരുന്ന ജോയി അച്ഛനെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. എൻ്റെ പ്രീഫെക്ട് ഓഫ് സ്റ്റഡീസ് ആയിരുന്ന യോഹന്നാൻ അച്ഛനെയും ഷാജി വിൽഫ്രഡ് അച്ഛനെയും ജയന്ത് മേരി ചെറിയാൻ അച്ഛനെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇന്നിവിടെ ആയിരിക്കുന്ന ഞങ്ങളുടെ പല ആശ്രമങ്ങളിൽ നിന്നും വന്നിട്ടുള്ള എല്ലാ അച്ഛന്മാർക്കും ബ്രദേഴ്സിനും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന രൂപതയിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും മറ്റെല്ലാ സന്യാസ വൈദികർക്കും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. 2-ാം ദിവസം ദൈവം ആകാശം സൃഷ്ടിച്ചു. എൻ്റെ ചിറകുകൾക്ക് പറന്നുയരാൻ ആകാശം വേണ്ടിയിരുന്നു. എനിക്ക് ആകാശമായി തീർന്നത് എന്നെ വാർത്തെടുത്ത ആശ്രമങ്ങളാണ്. ഈ കഴിഞ്ഞ 13 വർഷങ്ങൾ എൻ്റെ കൂടെയായിരുന്ന എല്ലാ വൈദികർക്കും
ബ്രദേഴ്സിനും മാസം അന്തേവാസികൾക്കും 1000 നന്ദി. ദേവിയുടെ നാൾവഴികളിൽ വെളിച്ചം പകർന്ന എൻ്റെ ഇപ്പോഴത്തെ ഗാഡിനായ സെബാസ്റ്റ്യൻ തോബിയാസിന്റെ സ്നേഹത്തിനും വാത്സല്യത്തിനും കരുതലിനും ഒത്തിരി നന്ദി. അതോടൊപ്പം ഇപ്പോഴത്തെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനും എല്ലാ അച്ഛന്മാർക്കും നന്ദി. ആദ്യാശനെ കുറിച്ച് നാം മുതൽ ഇവരെ അറിവിന്റെ പ്രകാശം പകർന്നുന്ന എല്ലാ ഗുരുദന്മാർക്കും വൈദികർക്കും സിസ്റ്റേഴ്സിനും വിനയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. 3-ാം ദിവസം അവിടുന്ന് ഹരിതസസ്യങ്ങളെ സൃഷ്ടിച്ചു. പറന്ന് തളർന്നു വരുമ്പോൾ എൻ്റെ ചിറകുകൾക്ക് തളർച്ചയിൽ കരുത്തു പകരുന്നതും ചേർന്ന് നിൽക്കാൻ ഇടമൊരുക്കിയതും ഈ ഹരിതസസ്യങ്ങൾ പോലെയുള്ളവരായിരുന്നു. എൻ്റെ മിനിസ്ട്രി സ്ഥലങ്ങളായിട്ടുള്ള എല്ലാ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും വന്നിട്ടുള്ള എല്ലാ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും ഒത്തിരി നന്ദി. എന്നോടുള്ള സ്നേഹത്താൽ ഇവിടെ ആയിരിക്കുന്ന ഞാൻ ശുശ്രൂഷ ചെയ്ത കരകുളം, ശക്തികുളം, പോത്തുകുലം എന്നീ സ്ഥലങ്ങളിലെ വികാരിയച്ചന്മാർക്കും വികാരിയച്ചന്മാർക്കും അവിടെ നിന്നും കടന്നു വന്നിട്ടുള്ള എല്ലാ കാറ്റഗിസം അധ്യാപകർക്കും കുട്ടികൾക്കും സഹോദരങ്ങൾക്കും സ്നേഹത്തോടെ നന്ദി. ഞാൻ ഡീക്കൻ മിനിസ്റ്റർ ചെയ്ത കടവൂർ സെന്റ് കാശ്മീർ ദേവാലയത്തിൽ നിന്നും എത്തിയിട്ടുള്ള എല്ലാവർക്കും ഏറെ പ്രത്യേകിച്ച് ബിജു ഐസക് അച്ഛനും പ്രമീത് അച്ഛനും വിസിറ്റേഷൻ കോൺവെന്റിലെ എല്ലാ സിസ്റ്റർമാർക്കും ഒത്തിരി നന്ദി. 4-ാം ദിവസം അവിടുന്ന് പകലിലെയും രാത്രിയും നയിക്കാൻ 2 മഹാദീപങ്ങൾ സൃഷ്ടിക്കുകയും നക്ഷത്രങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. എൻ്റെ ജീവിതത്തിൽ നയിക്കാൻ നക്ഷത്രങ്ങൾ പോയി തിളങ്ങുന്ന ഒത്തിരിയേറെ സൗഹൃദങ്ങൾ എനിക്കുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരനായ രഞ്ജിനിയെയും എൻ്റെ ബാച്ച്മേറ്റായ ഫാദർ സിജു, ഡീക്കൻ അബി, ഫാദർ ചെറിയാച്ചൻ, ഫാദർ ഫിലിൻ, ഡീക്കൻ ആൽഫിൻ, ഫാദർ ജോഷുവ എന്നിവരെയും പലയിടങ്ങളിലായി ദൈവം എനിക്ക് പരിചിതരായി തന്ന എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്തത്. ഇതിനെല്ലാം നേതൃത്വം നൽകിയ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും മനോഹരവും കൃത്യവുമായി ക്രമീകരിക്കുകയും പട്ടക്കുർബാന തീയതി നിശ്ചയിച്ച നിമിഷം മുതൽ എല്ലാ കാര്യങ്ങൾക്കും എന്നോടൊപ്പം ഉണ്ടായിരിക്കുകയും സ്വന്തം അനുജനായി കരുതി എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരു കുറവും ഇല്ലാതെ ചെയ്തു തന്ന എൻ്റെ വികാരിയച്ഛനായ ഏറ്റവും പ്രിയപ്പെട്ട ഷാബിനച്ഛനും സഹവികാരി ഗോപിനച്ഛനും 1000 നന്ദി. വാത്സല്യത്തോടെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഇടവകയിലെ SRI ഗവൺമെന്റിലെ എല്ലാ സിസ്റ്റർമാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്ന സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട എല്ലാ സിസ്റ്റേഴ്സിനും, ഏറെ പ്രത്യേകിച്ച് എൻ്റെ അനിയത്തിയുടെ കോൺഗ്രിഗേഷനായ സെന്റ് ആൻസ് ഓഫ് ബാംഗ്ലൂരിലെ എല്ലാ സിസ്റ്റർമാർക്കും അവരുടെ സഹായത്തിനും സഹകരണത്തിനും നന്ദി പറയുന്നു. അതോടൊപ്പം ഞാൻ 1 മുതൽ 7 വരെ പഠിച്ച സെന്റ് ഹെലൻ സ്കൂളിലെ എല്ലാ സിസ്റ്റേഴ്സിനും 1000 നന്ദി. കുട്ടിക്കാലം മുതൽ എന്നെ കരുതുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എപ്പോഴും മോനെ എന്ന് വിളിച്ച് സ്നേഹം കാണുകയും ചെയ്ത സിസ്റ്റർ ഷെർലി, സിസ്റ്റർ എൽസമ്മ, സിസ്റ്റർ ബെനീറ്റ, സിസ്റ്റർ ദിവ്യ, സിസ്റ്റർ സൂസൻ, സിസ്റ്റർ ഓസ്ട്രിയ, സിസ്റ്റർ ഷാലിനി എന്നിവരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. വയനാട്ടിൽ നിന്നും ഇത്രയേറെ യാത്ര ചെയ്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി കടന്നു വന്ന ഡീക്കന്മാരെയും സിസ്റ്റേഴ്സിനെയും മതബോധന അധ്യാപകരെയും ഒത്തിരി സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. പക്ഷികൾ മനസ്സിന് സന്തോഷം പകരുന്ന ഗാനങ്ങൾ ആരംഭിച്ചുകൊണ്ട് എല്ലാവരെയും അതിശയിപ്പിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിനും സന്തോഷം പകർന്ന് ബലം പകർന്ന് ആന്റണി സെലച്ചനെയും സാബുച്ചനെയും നന്ദി പറയുന്നു. 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയും ആദത്തിൽ കൂട്ടായി ഹവ്വയെ നൽകുകയും ചെയ്തു. ആദം ഒറ്റയ്ക്കാകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം ഹവ്വയെ നൽകിയത്. അതുപോലെ എൻ്റെ ജീവിതത്തിന് ദൈവം എനിക്ക് കൂട്ട് നൽകിയതിൻ്റെ അപ്പനെയും അമ്മയെയും ചേച്ചിയെയും അനുജത്തെയും അളിയനെയുമാണ്. വലിയൊരു സ്നേഹത്തിനായി ചെറിയ വാക്കുകളിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. ത്യാഗങ്ങൾ നിറഞ്ഞ ജീവിത രീതിയിൽ തളരാതെ മനസ്സുമായി എൻ്റെ ജീവിത നടത്തുവാൻ പ്രിയപ്പെട്ട എൻ്റെ പപ്പ, എൻ്റെ അമ്മ, നിങ്ങൾ കാണിച്ച സന്നദ്ധതയാണ് എൻ്റെ പൗരത്വത്തെ തിളക്കമുള്ളതാക്കുന്നത്. തളർന്നു പോയ വേളകളിൽ കുഞ്ഞുനാളിൽ മുട്ടുകുത്തി കൈവിരിച്ച് കൊന്നു ചൊല്ലുന്ന അപ്പൻ്റെ കുട്ടികളുടെ തലമുകൾ എന്നെ പലപ്പോഴും ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ഫോൺ വിളിച്ചാലും ഈശോ
സ്തുതിയായിരിക്കട്ടെ എന്ന വാക്കുകളും അമ്മയുടെ അച്ഛ സുഖമാകുന്ന വാക്കുകളും എൻ്റെ ജീവിതത്തിലെ ദൈവവിളിക്ക് കരുത്തേക്കാൻ സഹായിച്ചു. സാരമില്ല മോനെ, വിഷമിക്കേണ്ട, ദൈവം നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കുന്ന പപ്പായ്ക്കും അമ്മയ്ക്കും ഈ ജന്മം തീരുമ്പോഴും നന്ദി പറഞ്ഞാൽ അത് തിരിയാതെ പോകും. ചെറുപ്പം മുതൽ പകലന്തിയോളം അധ്വാനിച്ച് നടുവിട്ടും വീണ്ടും കുടുംബത്തെ കൂട്ടാൻ ഒരു ഇഞ്ചും മടിയില്ലാതെ അധ്വാനിച്ച പപ്പ പറയുന്ന വാക്കുകൾ ഇന്നും എൻ്റെ മനസ്സിൽ അലയടിക്കാറുണ്ട്. ജപമാല ഒരിക്കലും കൈവിടരുത് മോനെ, ഞാനും എൻ്റെ അമ്മയും ഇല്ലെങ്കിലും നിന്നെ വഴി നടത്തുന്ന ആത്മീയ ശക്തിയാണ് ജപമാല. സ്വന്തം ആരോഗ്യം നോക്കാതെ ഉറക്കം കഴിഞ്ഞിരുന്ന എനിക്ക് വേണ്ടി കൊണ്ടുചൊല്ലി പ്രാർത്ഥിച്ച എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി നന്ദി. കുറുമ്പുകളും കുസൃതികളും കാട്ടി എപ്പോഴും വടക്കടിക്കും എങ്കിലും ഞങ്ങളുടെ സ്നേഹമെന്നും ആഴിയോളം അഗാധമുള്ളതായിരുന്നു. എന്നെപ്പോഴും സ്നേഹിക്കുന്ന എൻ്റെ ചേച്ചിയെക്കുറിച്ച് എനിക്ക് ഒത്തിരി വാത്സല്യത്തോടെ നന്ദി. എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളിലും പ്രയാസങ്ങളിലും എൻ്റെ കൂടെയായിരുന്നു. അതുപോലെ എനിക്ക് വേണ്ടി സക്രായുടെ മുമ്പിൽ മുട്ടുകുത്തി കുട്ടിക്കിറങ്ങി പ്രാർത്ഥിക്കുന്ന എല്ലാം ദൈവം നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുന്ന എൻ്റെ അനിയത്തി കുഞ്ഞായ സിസ്റ്റർ രേഷ്മയ്ക്ക് ഒത്തിരി നന്ദി. കൂട്ടായ എൻ്റെ കുടുംബത്തിന് ബലമായ ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നു വന്ന ഏഞ്ചലിനും സെനോയ്ക്കും ഒത്തിരി നന്ദി. വിശേഷങ്ങൾ അന്വേഷിക്കുകയും എന്നെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ പപ്പായുടെയും അമ്മയുടെയും സഹോദരങ്ങളെയും എല്ലാ മാമന്മാർക്കും ഏറെ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം മനോഹരമാക്കാൻ വേണ്ടി ഒത്തിരി സമയം മാറ്റിവെച്ച ജോർജ് മാമനും എല്ലാ കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. ഒരു കുടുംബം പോലെ ചേർന്ന് തന്നതിന്, സ്വന്തം മകനെ പോലെ ചേർത്ത് പിടിച്ചതിന്, എന്നെ പരിചയപ്പെട്ട കാലം മുതൽ ഇന്നുവരെ ത്യാഗമെടുത്ത് തമ്പുരാന്റെ മുമ്പിൽ ഇടവിടാതെ മനസ്സുരുകി പ്രാർത്ഥിച്ചത്, തുടർന്ന് പ്രാർത്ഥിക്കുമെന്ന ഉറപ്പിന് അടിമലത്തുറ ഇടവകയിലെ എല്ലാ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും സഹോദരങ്ങൾക്കും കുഞ്ഞുമക്കൾക്കും ഒരുപാട് സ്നേഹത്തോടെ നന്ദി. 7-ാം ദിവസം ദൈവം തൻ്റെ ജോലി പൂർത്തിയാക്കി അവിടെ നിന്ന് വിശ്രമിച്ചു. ഇന്നെല്ലാം മനോഹരമായിരിക്കുകയാണ്. എല്ലാം മനോഹരമായി തീർന്നതിന് അൽധാന ബാലകർക്കും കണക്കനും സൗണ്ട് സിസ്റ്റവും ലൈറ്റ് സിസ്റ്റവും കൈകാര്യം ചെയ്തവർക്കും ഭക്ഷണം പാകം ചെയ്തവർക്കും പന്തൽ ക്രമീകരിച്ചവർക്കും ഇവയെല്ലാം നല്ല മനോഹരമായി ചെയ്ത ചേട്ടന്മാർക്കും പ്രത്യേക നന്ദി. അതോടൊപ്പം ഫോട്ടോയും വീഡിയോയും പകർത്തി ചേട്ടന്മാർക്കും വെൽക്കം ഡാൻസ് ചെയ്ത കുഞ്ഞ് അനുജത്തിമാർക്കും കാറ്റഗീസം അധ്യാപകർക്കും എല്ലാ കമ്മിറ്റികൾക്കും ഒത്തിരി നന്ദി. ഈ അൽത്താര അലങ്കരിക്കുകയും മനോഹരമാക്കുകയും ചെയ്തത് സെൻറ്റ് ആൻസ് കോൺഗ്രിഗേഷനിലെ സെൻറ്റ് ആൻസ് ഓഫ് ബാംഗ്ലൂർ കോൺഗ്രിഗേഷനിലെ സിസ്റ്റർമാരാണ്. ഒത്തിരി പേര് ഇന്നലെ തന്നെ ദൂരത്തു നിന്ന് വരികയും ഇത്രയും മനോഹരമായിട്ട് വളരെ ഭംഗിയായി ചെയ്യുകയും ചെയ്ത അമ്മമാർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഭക്തിസാന്ദ്രമായ ഗാനങ്ങളിലൂടെ പ്രാർത്ഥിക്കുവാൻ സഹായിക്കുകയും തിരുക്കർമ്മങ്ങൾ മനോഹരമാക്കുകയും ചെയ്ത കൊയർ ടീമിലെ എല്ലാ സഹോദരങ്ങൾക്കും സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. എല്ലാ ചുറ്റിനിൽ പ്രവർത്തിച്ച മറ്റെല്ലാവർക്കും നിസ്സീമമായ നന്ദി. ഒടുവിലായി അവർ എല്ലാം നല്ലതെന്ന് കണ്ടു അവിടുന്ന് 7-ാം നാൾ വിശ്രമിച്ചു. അതേ ദൈവമേ, സങ്കീർത്തകനെ പോലെ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേക്കൊരു വാഗ്ദാനം നൽകുകയാണ്. ഇനി അങ്ങേക്ക് വിശ്രമിക്കാം. കാരണം അങ്ങേക്ക് വേണ്ടി ഇനി വിശ്രമമില്ലാതെ എൻ്റെ കരങ്ങൾ പ്രവർത്തനനിരതമായിരിക്കുന്നു. വിശ്രമമില്ലാത്ത പകലുകളിലേക്ക് എന്നെ തന്നെ നിനക്ക് സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. നിങ്ങളെന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. അവസാനമായി ആരെയും മറന്നിട്ടില്ല എന്ന വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുകയും തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു മകനെ പോലെ എന്നെ ഓർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാറ്റിനും 1000 നന്ദി. ത്രിയേക ദൈവത്തിൻ്റെ മഹനീയ നാമത്തിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. നമുക്ക് അഭിമാനത്തിൻ്റെ ഒരു ദിവസമാണ്. നമ്മുടെ ഒരു മകനെ കൂടി വൈദികനായിട്ട് അവരോധിക്കപ്പെട്ടു ഇന്നിവിടെ കൃതജ്ഞതാബലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 30ാമത് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇടവകയിലെ 30ാമത്തെ വൈദികനാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. ഒത്തിരി ദൈവവിളാൽ സംബന്ധമായ ഒരു ഇടവകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഓരോ ദൈവങ്ങളെയും ഓരോ വൈദികരും പല സ്ഥലങ്ങളിലും സുദീർഘമായ സേവനം അനുഷ്ഠിക്കുന്നതെന്ന് കാണുന്നത് വലിയ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്.
സഭയ്ക്ക് ഒരു മകനെ കൂടി വൈദികനായിട്ട് നൽകുവാനായിട്ട് സാധിച്ചതിൽ ഇന്ന് അടിമത്തിലുള്ള അഭിമാനപൂർവ്വം നന്ദി പറയുന്നു. അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, പ്രസംഗ വ്യാഴാഴ്ച അച്ഛൻ ചൊല്ലിയ ആ ഒരു പ്രസംഗത്തിൽ തന്നെ നമുക്ക് അച്ഛൻ്റെ ആ ഒരു പ്രത്യേകിച്ച് ബൈബിളിലുള്ള അച്ഛൻ്റെ ഒരു ആഴമേറിയ ജ്ഞാനം നമുക്ക് ബോധ്യമാണ്. വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഈ വിപിനശനെ ഞാൻ കാണുന്നത്. ഇന്നത്തെ അച്ഛൻ്റെ നന്ദി പറച്ചിലും ഒരു പ്രത്യേകത. ഞാൻ സാധാരണ ഇതുപോലൊരു നന്ദി പറച്ചിൽ ഞാൻ കേട്ടിട്ടില്ല. നമ്മൾ സാധാരണ ഞാനും പറഞ്ഞിട്ടുണ്ട്, പലരും നന്ദി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സാധാരണ പറയുന്ന പോലെ പറയും. പക്ഷെ വളരെ വ്യത്യസ്തമായി ഈ 7 ദിവസത്തെ സൃഷ്ടികർമ്മം എടുത്തുകൊണ്ട് ഓരോ ദിവസവും ഓരോ സൃഷ്ടികർമ്മത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് അച്ഛൻ നന്ദി പറഞ്ഞു. വളരെയധികം മനോഹരമായിരുന്നു. ഈ ഒരു കഴിവുകൾ, പ്രത്യേകിച്ച് ബൈബിളിനോടുള്ള അച്ഛൻ്റെ ആ ഒരു താല്പര്യം, വചനത്തോടുള്ള താല്പര്യം ഇനിയുള്ള കാലങ്ങളിലും അച്ഛനെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ്റെ കഴിവുകൾ സഭയുടെ വളർച്ചയ്ക്ക്, ദൈവജനത്തിൻ്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്ന് ബലിയർപ്പിച്ചുകൊണ്ട് അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനിയുള്ള നമ്മുടെ പ്രാർത്ഥനകളിലും നമുക്ക് അച്ഛനെ ഓർക്കാം. നമ്മുടെ എല്ലാ ദിവസത്തെയും നമ്മുടെ ജപമാല പ്രാർത്ഥനകളിൽ അച്ഛന് വേണ്ടിയിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛൻ്റെ ഭാവി പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛന് ഇടവേളയുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആശംസകൾ നേരുന്നു. ഇനിയുള്ള അച്ഛൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അച്ഛൻ്റെ കൂട്ടുണ്ടാകുമെന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ഉറപ്പ് തരുന്നു, ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയാതിരിക്കാനായിട്ട് സാധ്യമല്ല. നല്ല കുടുംബത്തിൽ നിന്നാണ് നല്ല വൈദികരുണ്ടാകുന്നത്. നമുക്ക് എനിക്കൊന്ന് ഇടവകയിൽ ഈ ഒരു കുടുംബത്തിൽ നിന്നാണ് 2 പേര്, ഒരു വൈദികനും ഒരു സിസ്റ്ററും ഉണ്ടായിട്ടുള്ളത്. ഒരച്ഛനും ഒരു സിസ്റ്ററായി. എനിക്കൊന്ന് 3 മക്കളിൽ 2 പേരെയും ദൈവവിളിക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ദൈവവിളിക്കായിട്ട് അവർ കൊടുക്കുന്നത് വലിയ ഒരു ത്യാഗമാണ്. ആ ത്യാഗത്തിന് ദൈവമാരെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവരുടെ അച്ഛൻ്റെ അപ്പൻ വറിയിച്ചിട്ട് എപ്പോഴും ജപമാല കൊണ്ട് നടക്കുന്ന വ്യക്തി. ഞാൻ എപ്പോഴും ഉണ്ടായാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ജപമാല അവർക്ക് പിടിച്ചിരിക്കും. അപ്പോൾ ഞാൻ സിസ്റ്ററോട് സംസാരിക്കുകയാണ്. സിസ്റ്റർ ഒരു ദിവസം കുറഞ്ഞ 6 ജപമാലെങ്കിലും അദ്ദേഹം ചൊല്ലുമെന്നാണ് പറയുന്നത്. അപ്പോൾ സഭയ്ക്ക് മക്കൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ വ്യക്തികൾക്ക് വേണ്ടിയും അദ്ദേഹം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. ഇവിടെ സഭയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബങ്ങളാണ് സഭയുടെ കരുത്ത്, ശക്തി എന്ന് പറയുന്നത്. വീണ്ടും തുടർന്നും അവരുടെ പ്രാർത്ഥനകളിൽ വിപിനത്തിന് വേണ്ടി മാത്രമല്ല, എല്ലാ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ആ മാതാപിതാക്കളെ ഞാൻ നന്ദിയോട് വെക്കുകയാണ്. ഈ ഇടവക മാത്രമല്ല, സഭാസമൂഹം മുഴുവൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്ന കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സിസ്റ്ററുണ്ട്, അതോടൊപ്പം തന്നെ സഹോദരങ്ങളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. എല്ലാവർക്കും ആത്മാർത്ഥമായി ഒരിക്കൽ കൂടി നന്ദി പറയും. ഇവിടെ കടന്നു വന്ന അച്ഛനുള്ള സ്നേഹത്തെ പ്രതി കടന്നു വന്ന എല്ലാ അച്ഛന്മാരെയും, അവരുടെ സഭാസമൂഹത്തിലെ അച്ഛന്മാരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, എല്ലാവർക്കും നാമത്തിലുള്ള ആത്മാർത്ഥമായിട്ട് നന്ദി അർപ്പിക്കുന്നു. നമ്മോടൊപ്പം തന്നെ നവവൈദികനായിട്ട് വിവനച്ചനോടൊപ്പം തന്നെ മറ്റ് 3 വൈദികരുണ്ട്. സിജോ ജോസഫ് അച്ഛൻ, ചെറിയ അച്ഛനാണ് കൊടുത്തത്. അച്ഛന് ജോൺ ബി കുട്ടൂർ ചർച്ച് ശക്തികുളങ്ങര കൊല്ലം അവിടുത്തെ ഇടവകയുടെ അംഗമാണ്. അതോടൊപ്പം തന്നെ ഫാദർ ജോഷുവാസ് നമ്മുടെ തന്നെ രൂപതയിലെ പൂന്തറ ഇടവകയിലെ അംഗമാണ്. ഫാദർ ഫെബിൻ കൊച്ചി രൂപതയിലെ സൗത്ത് ചങ്ങാനം ഇടവകയിലെ സെൻറ്റ് ജോർജ് ചർച്ചിലെ അംഗമാണ്. എല്ലാവരെയും ഈ ദിനത്തിൻ്റെ എല്ലാ നന്മകളും ആശംസിക്കുന്ന ഇടവകയിലാണത്. അവർക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥന ആശംസകൾ നേരുകയാണ്. നവവൈദികർക്ക് ഇടവകയുടെ ചെറിയൊരു സമ്മാനം നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് സ്വീകരിക്കുവാനായിട്ട് നവവൈദികരെ ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മുടെ KTSത്തിലെയും അതോടൊപ്പം തന്നെ KCയുടെയും അംഗങ്ങളും സമ്മാനം നൽകുന്നുണ്ട്. എല്ലാ ചടങ്ങുകൾ കഴിയുമ്പോൾ, അവസാന ആശീർവാദം കഴിയുമ്പോൾ അച്ഛന്മാരും സിസ്റ്റേഴ്സും കൂടി നവവൈദികരോട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും. അത് കഴിയുമ്പോൾ ദൈവജനത്തിന് നവവൈദികൻ്റെ കൈ മുത്തുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ചടങ്ങുകൾ കഴിയുമ്പോൾ നമ്മുടെ ദൈവജനത്തിന് നമ്മുടെ ആനിമേഷൻ മണ്ഡപത്തിൽ ഒരു സ്നേഹവിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും ആ സ്നേഹവിരുന്ന് കൂടി പങ്കെടുക്കുകയും ബഹുമാനപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും നമ്മുടെ കോൺവെൻറ്റിലാണ് അവർക്കുള്ള ഉച്ചഭക്ഷണം തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാ അച്ഛന്മാരും സിസ്റ്റേഴ്സും കോൺവെൻറ്റിൽ ഉച്ചഭക്ഷണത്തിൽ പോകുന്നതോടുകൂടി അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട വൈദികരെ സ്നേഹത്തോടുകൂടി
കുടുംബത്തോടും അച്ഛൻ്റെ കുടുംബാംഗങ്ങളോടും ഒപ്പം അടുത്ത ഇടവകയായ കുടുംബത്തിലെ എല്ലാവരും ആനന്ദിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും അവിടുത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. മാനസിക മൂല്യങ്ങൾക്ക് ഉടവ് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യ മനസ്സാക്ഷത്തെ തൊട്ടുള്ള പ്രവർത്തനങ്ങൾ പീഡിതർക്ക് സത്വാർത്തയായും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാനും ഹൃദയം വേദനിക്കുന്നവർക്ക് ആശ്വാസമായും വിലപിക്കുന്നവർക്ക് സമാശ്വാസമായും വിപിനച്ഛനെ അവിടുന്ന് ദൈവത്തിന്റെ കാര്യങ്ങളിൽ രാജകീയമായ മഹത്വവും ഇന്ന് പ്രഥമ ജീവിതത്തിൽ ആർപ്പിക്കുന്ന ഈ സുന്ദര ദിനത്തിൽ വിപിനച്ഛന് അഭിനന്ദനങ്ങളും പ്രാർത്ഥനാശംസകളും നേരുന്നു. മതബോധന സമിതിയുടെ പേരിൽ നേരുന്നു. ഞങ്ങളുടെ സ്നേഹത്തിന് പ്രത്യേകമായി ഈ തെളിഞ്ഞു ബലിയർപ്പകൻ മിശിഹായണഞ്ഞു കർത്താവിനേകുവാൻ കാഴ്ചയുമായി വന്ന ജനപദമേ അനുരഞ്ജിതരായി വരുവിൻ. അൾത്താരയിൽ തിരികൾ തെളിഞ്ഞു ബലിയർപ്പകൻ മിശിഹായണഞ്ഞു കർത്താവിനേകുവാൻ കാഴ്ചയുമായി വന്ന ജനപദമേ അനുരഞ്ജിതരായി വരുവിൻ. സ്വർഗീയ സൈന്യങ്ങളോടൊത്തു ഞങ്ങൾ ആരാധ്യനാഥനെ വാഴ്ത്തുന്നിതാ. മാലാഖവൃന്ദങ്ങൾ പാടി സ്തുതിക്കും സർവേശ സൂര്യനെ ആരാധന.
സ്വർഗം തുറന്നേശു മിശിഹാ വരുന്നു, നിന്റെ ഈ ബലിയിന്നു സ്വീകരിക്കാൻ. സ്വർഗം തുറന്നേശു മിശിഹാ വരുന്നു, നിന്റെ ഈ ബലിയിന്നു സ്വീകരിക്കാൻ. അനുതാപമോടെ അധരം തുറന്ന് സ്വർഗീയ ഗീതങ്ങളാലപിക്കാം. സ്വർഗീയ സൈന്യങ്ങളോടൊത്തു ഞങ്ങൾ ആരാധ്യനാഥനെ വാഴ്ത്തുന്നിതാ. മാലാഖവൃന്ദങ്ങൾ പാടി സ്തുതിക്കും സർവേശ സൂര്യനെ ആരാധന. ബലിപീഠയൊരുക്കിടും കാഴ്ചകളോടൊപ്പം ഞാൻ എൻ്റെ ജീവിതം നിനക്കു നൽകാം. ബലിപീഠയൊരുക്കിടും കാഴ്ചകളോടൊപ്പം ഞാൻ എൻ്റെ ജീവിതം നിനക്കു നൽകാം. പകരമായി നീ ഇന്ന് തിരുവോസ്തിരൂപനായി എൻ്റെ ഈ ഹൃദയത്തിൽ വന്നിടണേ. അൾത്താരയിൽ തിരികൾ തെളിഞ്ഞു, ബലിയർപ്പകൻ മിശിഹായണഞ്ഞു. കർത്താവിനേകുവാൻ കാഴ്ചയുമായി വന്ന ജനപദമേ അനുരഞ്ജിതരായി വരുവിൻ. സ്വർഗീയ സൈന്യങ്ങളോടൊത്തു ഞങ്ങൾ ആരാധ്യനാഥനെ വാഴ്ത്തുന്നിതാ. മാലാഖവൃന്ദങ്ങൾ പാടി സ്തുതിക്കും സർവേശ സൂര്യനെ ആരാധന. ഓ
ഹൃദയേശ്വരായൻ ആത്മാവിനുള്ളിൽ ഒരു മെഴുതിരിയായി നീ തെളിയണമേ. ഹൃദയേശ്വരായൻ ആത്മാവിനുള്ളിൽ ഒരു മെഴുതിരിയായി നീ തെളിയണമേ. ഹൃദയമമൾ താര തന്നിൽ പ്രഭ നീ തൂകേണമേ. ഹൃദയമമൾ താര തന്നിൽ പ്രഭ നീ തൂകേണമേ. സ്നേഹാധിരാജനമീശോയ്ക്കിരാ മനസ്സിന്റെ വാതിൽ തുറന്നിടുന്നു. അലിവോടെ നീ വന്നിടേണമേ. എന്നുള്ളിൽ വാസമാക്കേണമേ. അലിവോടെ നീ വന്നിടേണമേ. എന്നുള്ളിൽ വാസമാക്കേണമേ. തിരുവോസ്തിരുക അകതാരിൽ നിന്നെ സ്വീകരിക്കാനായി ഞാൻ നിന്നിടുന്നു. തിരുവോസ്തിരുക അകതാരിൽ നിന്നെ സ്വീകരിക്കാനായി ഞാൻ നിന്നിടുന്നു. ഇടറുമെൻ മനതാരിനുള്ളിൽ സ്നേഹമായി നിറയണമേ. ഇടറുമെൻ മനതാരിനുള്ളിൽ സ്നേഹമായി നിറയണമേ. തിരുവോസ്തിയിൽ വാഴും നാഥാ, ജീവനിൽ നിറയുന്ന ദേവാ. തിരുവോസ്തിയിൽ വാഴും നാഥാ, ജീവനിൽ നിറയുന്ന ദേവാ. സ്നേഹാർദ്രമാം നിൻ കരുണയൊന്നോർത്താൽ എന്തു ഞാൻ നന്ദിയായി നൽകും. സ്നേഹാർദ്രമാം നിൻ കരുണയൊന്നോർത്താൽ എന്തു ഞാൻ നന്ദിയായി നൽകും. സ്നേഹാധിരാജനമീശോയ്ക്കിരാ മനസ്സിന്റെ വാതിൽ തുറന്നിടുന്നു. അലിവോടെ നീ വന്നിടേണമേ. എന്നുള്ളിൽ വാസമാക്കേണമേ. അലിവോടെ നീ വന്നിടേണമേ. എന്നുള്ളിൽ വാസമാക്കേണമേ. കൂടെ നടന്നവൻ കുർബാനയായവൻ കൂടെ നടന്നവൻ കുർബാനയായവൻ കൂദാശയായി ഇന്നെഴുന്നള്ളുന്നു. ദൈവമിറങ്ങും ഈ വഴിത്താരയിൽ
ദാർത്തനായി ഞാൻ കാത്തിരിപ്പൂ. ദൈവമിറങ്ങും ഈ വഴിത്താരയിൽ ദാർത്തനായി ഞാൻ കാത്തിരിപ്പൂ. എൻ്റെ സ്നേഹനാഥ നിന്നെയും കാണാൻ. ഈശോ എൻ്റെ ഈശോ നിനക്കായി മുറിയാൻ ചുടുചോര ചിന്താൻ എന്നെയും കൂദാശയായി മാറ്റണേ. ഈശോ എൻ്റെ ഈശോ നിനക്കായി മുറിയാൻ ചുടുചോര ചിന്താൻ എന്നെയും കൂദാശയായി മാറ്റണേ. നാഥ ഒന്നു നീ നോക്കേണമേ, എൻ പേരു ചൊല്ലി വിളിക്കേണമേ. നാഥ ഒന്നു നീ നോക്കേണമേ, എൻ പേരു ചൊല്ലി വിളിക്കേണമേ. നിൻ വിരൽ തുമ്പിനാൽ നടത്തേണമേ.